അന്വേഷണങ്ങളുടെ അൽഗോരിതം അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ എല്ലാ എപ്പിസോഡുകൾക്കും ബാധകമായ ഒരു പ്രാഥമിക കാര്യം ആവർത്തിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നു. എല്ലാ അന്വേഷണവും അതെന്തിനെക്കുറിച്ചാവുമ്പോഴും എപ്പോഴാവുമ്പോഴും സമകാലീനതയുമായുള്ള ഒരു അഭിമുഖമായി മാറേണ്ടതുണ്ട്. മറ്റൊരർത്ഥത്തിൽ സമകാലീനതയുമായുള്ളൊരു സംവാദമാണ്, സംഭാഷണമാണ് സൂക്ഷ്മാർത്ഥത്തിൽ അന്വേഷണത്തിൻ്റെ ഉള്ളടക്കം. പറഞ്ഞു വരുന്നത്, ഇതുവരെ ഗുജറാത്ത് വംശഹത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളാണ്, ആലോചനകളാണ് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴും സമകാലീന പ്രശ്നങ്ങളെ സ്പർശിക്കാൻ അത് ശ്രമിച്ചിരുന്നു. ഈ ഒരു ആലോചന നടത്തുന്ന സന്ദർഭമാവട്ടെ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആസന്നമായൊരു യുദ്ധ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആശ്വാസമാണ്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ അഭിമാനകരമായ ഒന്നാണ്. ഭീകരതയോട് ഒത്തുതീർപ്പില്ല എന്ന വലിയൊരു സന്ദേശം ഏത് ബ്രാൻഡിൽപ്പെട്ട ഭീകരതയായാലും എന്നുകൂടി അതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ നിലപാട്, കാഴ്ചപ്പാട് എന്നും ചരിത്രം കൊണ്ടാടും. ആ അർത്ഥത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള ഇടപെടൽ അതൊരു യുദ്ധമായി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത സാധ്യതകളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വഴിക്ക് വീഴുമോ എന്ന വലിയൊരു വേവലാതിക്ക് അന്ത്യം കുറിച്ച സമയത്താണ് അന്വേഷണങ്ങളുടെ ഈ പ്രാവശ്യത്തെ അന്വേഷണം ആരംഭിക്കുന്നത്. പറഞ്ഞു വരുന്നത് സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സംവാദത്തിൻ്റെ ഒരന്തരീക്ഷമാണ്. ഏത് കാലത്തും മനുഷ്യരായ മനുഷ്യരൊക്കെ എത്ര തന്നെ കാലിടറിയാലും കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുജറാത്തിലെ 2002 വംശഹത്യയിൽ ഒരുപക്ഷെ നമ്മൾ അമ്പരന്നു പോകും, അന്താളിച്ചു പോകും. ഒരു 300 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മഹാനായ സൂഫിയുടെ ശവകുടീരം എന്തിനാണ് 2002 മാർച്ച് 8 ബജ്രംഗ് ദൾ, VHP, ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ അടിച്ച് തകർത്തത്? വാലി ഗുജറാത്തി എന്ന പേരിൽ പ്രശസ്തനായ, വാലി ഔറംഗബാദി, വാലി ഡക്കാനി എന്നീ പേരുകളിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന, വളരെ വിപുലമായി യാത്ര ചെയ്ത, ഉറുദു കവിതയുടെ പിതാവ് എന്ന അർത്ഥത്തിൽ സാഹിത്യലോകത്ത് അംഗീകാരം നേടിയ മഹാനായൊരു കവി, സൂഫി, മനുഷ്യസ്നേഹി. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടാണ് 1707 ഞാൻ നേരത്തെ പറഞ്ഞു 3 നൂറ്റാണ്ട് മുമ്പ് അഹമ്മദാബാദിൽ ഒരു സ്മാരകം, ഒരു മക്ബറ ഉയർന്നു വരുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ എപ്പിസോഡുകളിലും ആവർത്തിച്ചതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ ഈ മക്ബറ അഹമ്മദാബാദിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ 10 മീറ്റർ മുമ്പിലായിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ഈ മക്ബറ പൊളിക്കുന്നത് തടയണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പോലീസ് കമ്മീഷണറായ PC പാണ്ഡെ അടക്കമുള്ളവരുടെ നിരുത്തരവാദിത്വത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് റവന്യൂ മന്ത്രി
ഹരേൻ പാണ്ഡ്യയുടെ ആഹ്വാനപ്രകാരമാണ് ഈ മക്ബറ വാലി ഗുജറാത്തിയുടെ സ്മരണകൾ ഇരമ്പുന്ന സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കേന്ദ്രമായ സ്രോതസ്സായ ആ സ്മാരകം പൊളിക്കപ്പെട്ടത്. ഞാൻ തുടക്കത്തിൽ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് 300 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മഹാനായ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചൊരു പരസ്യമല്ല, അതൊരു അലങ്കാരമല്ല. വ്യത്യസ്ത മതത്തിലും ഒരു മതത്തിലും പെടാത്ത എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർക്കുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സ്നേഹത്തിന് സ്പർശമില്ലാതായാൽ ജീവിതം എത്രമേൽ ഭാരമാകും, നമ്മുടെ ജീവിതം എത്രമേൽ ഭാരമാകും എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മിസ്റ്റിക്, ഒരു സൂഫി. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രയോഗം കടമെടുത്താൽ എ മിസ്റ്റിക് ഈസ് എ ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ദൈവത്തിൽ മാത്രം ലഹരി പിടിച്ച മനുഷ്യസ്നേഹത്തിൻ്റെ മഹാസാന്നിധ്യം. ഞാൻ ആവർത്തിക്കുന്നു, അദ്ദേഹം നിരന്തരം ചോദിച്ചത്, പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കവിത ആവർത്തിച്ചത്, സ്നേഹത്തിന് ഭാരമില്ലാതായാൽ നമ്മുടെ ജീവിതം പിന്നെ എന്തിനു കൊള്ളും? സ്നേഹത്തിൻ്റെ ഭാരം എന്ന് പറയുമ്പോൾ അത് ഭാരമല്ല, സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് സ്നേഹത്തിന് സ്പർശമില്ലാതായാൽ ജീവിതം എത്രമേൽ ഭാരമാകും, അസ്വതന്ത്രമാകും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ട് സ്നേഹം തന്നെയാണ് സമസ്തവും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസായ കുമാരനാശാൻ തൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹം നരകത്തിൻ നടുവിലും സ്വർഗഗേഹം പണിയും പടുത്തം. നരകത്തിൻ്റെ നടുവിലും ഏതു ദുരിതത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും നടുവിലും സ്വർഗം പണിയാൻ കെൽപ്പുള്ള സ്നേഹത്തെക്കുറിച്ചാണ് വാലി ഗുജറാത്തി എന്ന വാലി നിരന്തരം പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ അടിച്ചു പൊളിച്ചത്? ഇതിന് സാമൂഹ്യശാസ്ത്രത്തിൽ ഒരു ഉത്തരമുണ്ട്. അതാണ് കൾച്ചറൽ ജനോസൈഡ്, സാംസ്കാരിക വംശഹത്യ. മനുഷ്യരെ ഒന്നിച്ചു ചേർക്കുന്ന, ഒന്നിച്ചു നിർത്തുന്ന ഐക്യത്തിൻ്റെ എല്ലാ ഓർമ്മകളെയും മായ്ച്ചു കളയേണ്ടത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്ന, അത് വളർന്നു വരുമ്പോൾ അത് കൊയ്തെടുക്കാൻ ക്യൂ നിൽക്കുന്ന ഫാസിസ്റ്റുകളുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത അഹമ്മദാബാദിലെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ, ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അനാഡംബരമായൊരു മക്ബറ. വലിയ കെട്ടിടമല്ല, ഉയർന്നു നിൽക്കുന്ന സ്തൂപങ്ങളില്ല, കയറിപ്പോകാൻ നൂറുകണക്കിന് പടവുകളില്ല. വളരെ ലളിതമായ ഒരു കൊച്ചു സ്ഥലം. അതടിച്ചു പൊളിച്ചു എന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് ഇപ്പോൾ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു ടാറിട്ട റോഡാണ്. 2002 ഞങ്ങളവിടെ സന്ദർശിക്കുമ്പോൾ അവിടെ മക്ബറയില്ല. പക്ഷേ അപ്പോഴും ആ പ്രദേശത്തെ മനുഷ്യർ വാലി ഗുജറാത്തിയെ ഓർക്കുന്നുണ്ട്. അവർ സങ്കല്പത്തിൽ ആ മക്ബറ സൃഷ്ടിച്ചുകൊണ്ട് ആ ടാറിട്ട റോഡിലേക്ക്, മുമ്പ് മക്ബറ നിന്ന സ്ഥലം എന്നവർ കരുതുന്ന സ്ഥലത്തേക്ക് പൂക്കൾ എറിയുന്നുണ്ട്, നിശബ്ദരായി നിൽക്കുന്നുണ്ട്, ആ സ്നേഹത്തിൻ്റെ ഊർജം ഉൾക്കൊള്ളുന്നുണ്ട്. ചീറി വരുന്ന ബസ് ആ പൂ ചതച്ചുകൊണ്ട് കടന്നു പോകും. അപ്പോഴും ചതയ്ക്കപ്പെടാത്ത മഹത്തായൊരു മൂല്യമായി, ജനജീവിതത്തിൻ്റെ ചൈതന്യ സ്രോതസ്സായി വാലി ഗുജറാത്തി അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഗുജറാത്ത് വംശഹത്യയുടെ അനിവാര്യ ഭാഗമായി രൂപം കൊണ്ട സാംസ്കാരിക വംശഹത്യ, 230ഓളം പള്ളികളാണ് ഇടിച്ചു പൊളിക്കപ്പെട്ടത്. അതിനുവേണ്ടി ക്രെയിനും ബുൾഡോസറും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇതൊക്കെ എന്തിനു ചെയ്തു എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളത്. അത് വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ ഒരിക്കലും ഐക്യം ഉണ്ടാവരുത്. അവരെന്നും ശത്രുതയിലായിരിക്കണം.
അതിന് തിരഞ്ഞെടുത്തതാകട്ടെ ശത്രുതക്കപ്പുറം സ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശം ആവിഷ്കരിച്ച സൂഫി വര്യനായ വാലി ഗുജറാത്തിയെ. വാലി ഗുജറാത്തി മാത്രമല്ല, ഉസ്താദ് ഫെയ്സ് ഖാൻ, സംഗീതത്തിൻ്റെ മഹാസ്രോതസ്, അദ്ദേഹത്തിൻ്റെ സ്മാരകവും അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയുണ്ടായി എന്ന് ഇതോട് ചേർത്ത് നാം വായിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ഈ അന്വേഷണങ്ങളുടെ അൽഗോരിതം നാം ജീവിക്കുന്ന കാലത്തോടുള്ള ഒരു സംവാദവും സംഭാഷണവുമാണ്. യുദ്ധത്തിന് പല രൂപങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരിക്കലും സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചത് സംഭവിക്കാതിരുന്നു എന്ന ഒരു വലിയ ആഹ്ലാദം, സന്തോഷം നമുക്ക് നൽകുന്നത്. പക്ഷേ അപ്പോഴും നാം വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു സത്യമുണ്ട്. ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധം പ്രഖ്യാപിച്ച ചാനലുകൾ, മാധ്യമങ്ങൾ യുദ്ധോത്സുകരായി ഉറഞ്ഞു തുള്ളിയ എത്രയെത്രയോ മനുഷ്യർ, അതിൽ ഫാസിസ്റ്റുകൾ മാത്രമല്ല, ഫാസിസ്റ്റുകളോട് യോജിപ്പില്ലാത്തവരും യുദ്ധോത്സുകരാകുന്നത് നാം കാണുകയുണ്ടായി. യുദ്ധത്തിനെതിരെ ഏറ്റവും ഹൃദയസ്പർക്കായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സഖാവ് സ്വരാജിൻ്റേതായിരുന്നു. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യുദ്ധം എന്ന് പറയുന്നത് ഒരു ദൃശ്യവിരുന്നല്ല. അത് ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതി വച്ച എല്ലാ വിഭവങ്ങളുടെയും ധൂർത്തമായ ഉപയോഗമാണ്. അത് ജീവിതത്തിന് കാവൽ നിൽക്കേണ്ട മുഴുവൻ മൂല്യങ്ങളുടെയും അകാല മരണമാണ്. അത് കരിയുന്ന പച്ചപ്പുകളാണ്, വറ്റിപ്പോകുന്ന ജലാശയങ്ങളാണ്, തകരുന്ന ബന്ധങ്ങളാണ്. ഒരു യുദ്ധം താങ്ങാൻ നമ്മൾ സർവം സഹ എന്ന് വിളിക്കുന്ന ഈ ഭൂമിക്ക് പോലും കഴിയില്ല എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആണവ ശക്തികളാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരുന്നാൽ. അതുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്, യുദ്ധങ്ങൾ പലതരത്തിലുണ്ട്. യുദ്ധങ്ങൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്മരണകളെയും സ്വപ്നങ്ങളെയുമാണ്, നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലെ സൗഹൃദങ്ങളെയാണ്. വാലി ഗുജറാത്തിയെപ്പോലുള്ള മഹാന്മാരായ മനുഷ്യർ, അവർ നിലകൊണ്ടത് സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, എല്ലാ തരത്തിലുള്ള യുദ്ധോത്സുകമായ പ്രവണതകൾക്കുമെതിരെ മഹത്തായ ജീവിത മൂല്യം. ഞാൻ വീണ്ടും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുമാരനാശാൻ, അദ്ദേഹം പറയുന്നുണ്ട്, തരുവൃക്ഷങ്ങളോടും നരരോടും സുരരോടും എല്ലാം ഒരേ മട്ടിലുള്ള സരള സ്നേഹ രസം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തരുപക്ഷി മൃഗങ്ങളോടും ഇന്നരരോടും സുരരോടും ഒരു മട്ട് അവരുള്ളിലെന്തും ആ സരള സ്നേഹരസം നിനപ്പു ഞാൻ, സ്നേഹരസം. അതുകൊണ്ട് വാലി ഗുജറാത്തിയെ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെങ്കിൽ സ്നേഹരസം. ഞാൻ എല്ലാ യുദ്ധങ്ങളും അപഹരിക്കുന്നത്, എല്ലാ യുദ്ധങ്ങളും ഇല്ലാതാക്കുന്നത് ഈ പരസ്പര സ്നേഹമാണ് എന്നത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് വാലി ഗുജറാത്തി ഒരു ഓർമ്മപ്പെടുത്തലാണ്. വംശഹത്യയുടെ കാലത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ അതൊരു താക്കീതാണ്. എല്ലാ യുദ്ധങ്ങളും തകർക്കുന്നത് സ്മരണകളെയാണ്, സ്വപ്നങ്ങളെയാണ്, പ്രതീക്ഷകളെയാണ്. അതുകൊണ്ടൊരു ജനത യുദ്ധോത്സുകരാവുക എന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലും, യുദ്ധം അനിവാര്യമാകുമ്പോൾ പോലും ഒരു ജനത ആഗ്രഹിക്കേണ്ടത് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കണേ എന്നാണ്. അതല്ലാതെ യുദ്ധം നടക്കാതെ പോയതിൽ കലികൊണ്ട് ഉന്മത്തമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപായകരമാണ്. ഞാൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഈ ഒരു സ്ഥലത്താണ്. അതായത് സൗഹൃദത്തിനും സ്നേഹത്തിനും വേണ്ടി മനുഷ്യത്വം പൂത്ത് സുഗന്ധം പരത്തുന്ന ഒരു കാലത്തിനു വേണ്ടി ജാതി മത ഭാഷാഭേദമന്യേ
എല്ലാ മനുഷ്യരുടെയും ഒത്തുചേരൽ വേദിയായി മാറിയ ഗുജറാത്തിലെ അതിമഹത്തായ അതിൻ്റെ കെട്ടിടത്തിൻ്റെ മക്ബറയുടെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ മൂല്യം കൊണ്ട് അതിമഹത്തായ ഒരു സ്ഥാപനം 300 വർഷങ്ങൾക്ക് ശേഷം 2002 മാർച്ച് 8 അതിൽ തന്നെ നമ്മളെ നടുക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കാൻ മന്ത്രിമാരുണ്ടായി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിലായിരുന്നിട്ട് പോലും അതിന് കാവലേർപ്പെടുത്താൻ കഴിഞ്ഞില്ല. പകരം വംശഹത്യയുടെ ചോരയിൽ നിന്ന് ഗുജറാത്തിൽ ഒരു പുതിയ ദൈവം ഉയർന്നു വന്നു, ഹുലാദിയ ഹനുമാൻ. പൊളിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കാവിക്കൊടി ഉയർത്താനും ഹുല്ലാദിയ ഹനുമാനെ സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളുണ്ടായി. മനുഷ്യാവകാശ സംഘടനകൾ എല്ലാവരും ഒന്നിച്ചെതിർത്തതിൻ്റെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ ആശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഒരു ജനതയെ ഒന്നിച്ചു നിർത്തുന്ന ഐക്യത്തിൻ്റെ, ഒരുമയുടെ മഹാസന്ദേശം ആവിഷ്കരിക്കുന്ന അന്തരീക്ഷം ഇല്ലാതായാൽ, അസ്തമിച്ചു പോയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് ബാക്കി എന്താണുണ്ടാവുക? അതുകൊണ്ട് വാലി ഗുജറാത്തി ആവർത്തിച്ച് പറഞ്ഞ, സ്നേഹത്തിന് സ്പർശമില്ലാതായാൽ ജീവിതം എത്രമേൽ ഭാരമാകും എന്നുള്ള ആ മഹത്തായ മൂല്യം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തതാണ്. അതാരെയും മായ്ച്ചു കളയാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. മായ്ച്ചു കളയപ്പെടുന്ന ഒരവസ്ഥ, ചരിത്രം, ഓർമ്മകൾ, അത് ഇന്ത്യയുടെ ഔദ്യോഗിക നയമായി തീരുകയാണോ എന്ന് ഉത്കണ്ഠപ്പെടുന്ന സമയത്താണ് നമ്മൾ വാലി ഗുജറാത്തി അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഉറുദു ഭാഷയുടെ പിതാവ്, ഉറുദുവിന് വർത്തമാനകാല ഇന്ത്യയിൽ സംഭവിക്കുന്ന അവസ്ഥ അടുത്ത കാലത്താണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഉറുദു സ്പർശമുള്ള ഹിന്ദി വാക്കുകൾ വെട്ടിക്കളയണമെന്ന് ദീനാനാഥ് ബത്ര, പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണൻ, നിർദ്ദേശിച്ചത്. അതിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്, മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മുഴുവനും ഓർമ്മിക്കേണ്ടത്, അതിൽ ഉൾപ്പെട്ടൊരു വാക്കാണ് ദോസ്ത്. ഇന്ത്യയിൽ എവിടെ വെച്ച് ആരെപ്പോൾ പറഞ്ഞാലും ഒരു ടിപ്പണിയും കൂടാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന വാക്കുകളിൽ ഒന്നാണ് ദോസ്ത്, ഹിന്ദുസ്ഥാനി. ഉറുദു കലർന്ന ഹിന്ദി, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സ്രോതസ്സ്. ആ വാക്ക് പാഠപുസ്തകത്തിൽ ഉണ്ടാവാൻ പാടില്ല, അത് കുത്തിക്കളയണം എന്നാണ് ദീനാനാഥ് ബത്ര. അതുപോലെ മൊഹല്ല, ഗൈബ് ഉൾപ്പെടെയുള്ള വാക്കുകൾ, ആ വാക്കുകൾക്കൊരൊറ്റ കുറ്റമേയുള്ളൂ, അതിൽ ഉറുദു കലർന്നിരിക്കുന്നു. അതുകൊണ്ട് വാലി ഗുജറാത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉറുദു ഭാഷയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഗസലുകളുടെ, വിരഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഒക്കെ എത്രയെത്രയോ ആവിഷ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായ, സാന്ദ്രമായ ഒരു ഭാഷ. മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച ഹിന്ദുസ്ഥാനി. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധിയെ വധിക്കാൻ ഗോഡ്സെ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന്, ഹിന്ദുസ്ഥാനി എന്ന ജാരഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഫാസിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ കലർപ്പ് കുറ്റകരമാണ്, എന്നാൽ ജനായത്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ കലർപ്പ് കരുത്തും കാന്തിയുമാണ്. ലോകചരിത്രം പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രം പറയുന്നത്, നിങ്ങളുടെയും എൻ്റെയും ചരിത്രം പറയുന്നത്, നമ്മളെ പിഴിഞ്ഞാൽ കലർപ്പിൻ്റെ കരുത്തും കാന്തിയുമുള്ള സത്ത് അതായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സംഭാഷണം, എന്തും ഏതും കലർപ്പുകളുടെ ഒരു നൃത്തവേദിയാണ്. കലർപ്പ് കഴിച്ചാൽ പിന്നെ ലോകത്തിലെ സകല മനുഷ്യരുടെയും ജീവിതം നിറപ്പകിട്ടുകൾ നഷ്ടപ്പെട്ട് നരച്ച ഒന്നായിട്ട് മാറും. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ പോലും എത്ര സൂക്ഷിച്ചാലും ആ മലയാളത്തിൽ എത്രയെത്ര
ഇംഗ്ലീഷ് ഉൾപ്പെടെ, ഫ്രഞ്ച് ഉൾപ്പെടെ. ഇപ്പോൾ തന്നെ ഞാൻ ഉച്ചരിച്ച ആ ഇംഗ്ലീഷും ഫ്രഞ്ചും നമുക്ക് വേണമെങ്കിൽ ആംഗലേയം എന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോഴും അടുത്ത് നമ്മൾ ഉച്ചരിക്കുന്നത് പാർലമെൻറ്റിൽ ബില്ല് പാസ്സായി എന്നൊരു മലയാളി പറയുമ്പോൾ അത് മലയാളം തന്നെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലർപ്പിൻ്റെ കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഭാഗമാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഉറുദു കലർന്ന വാക്കുകൾ അത് രാജ്യദ്രോഹപരമാണ് എന്ന നിലപാടിലേക്ക്. അതുകൊണ്ട് വാലി ഗുജറാത്തി ഒരു പേരല്ല, ഒരാശയ സമുച്ചയത്തിൻ്റെ മഹത്തായ സൂചകമാണ്. വാലിക്കെതിരായുള്ള യുദ്ധപ്രഖ്യാപനം ഒരു വ്യക്തിക്കെതിരായുള്ള യുദ്ധപ്രഖ്യാപനമല്ല, ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കെതിരായുള്ള, ഇന്ത്യൻ ജനായത്വത്തിനെതിരായുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധം ഗുജറാത്തിൽ തുടങ്ങി ഗുജറാത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല. അതിൻ്റെ അകത്ത് ഒരു വൈറസ് ഉണ്ട്. അത് ജിങ്കോയിസത്തിൻ്റെ വൈറസാണ്. ആ വൈറസ് തന്നെയാണ് ഇന്ത്യ ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു യുദ്ധം സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ചാനലുകളിലും മാധ്യമങ്ങളിലും മാത്രമല്ല തെരുവുകളിൽ പോലും യുദ്ധോത്സുകമായ ഒരു മാനസികാവസ്ഥ പ്രകടിപ്പിച്ച മനുഷ്യർ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ യുദ്ധോത്സുകമായ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിൽ നിന്ന് ഫാസിസത്തിലേക്ക് അധികം ദൂരമില്ല. സമാധാനം ഭീരുക്കളുടെ സ്വപ്നമാണ്, രക്തം കൊണ്ട് ചിന്തിക്കുക, തിങ്ക് വിത്ത് യുവർ ബ്ലഡ് എന്ന് പറഞ്ഞത് ക്ലാസിക്കൽ ഫാസിസ്റ്റുകളാണെങ്കിൽ ആ ക്ലാസിക്കൽ ഫാസിസ്റ്റുകളെ എതിർക്കുന്നവർ പോലും ഇന്ന് തെരുവിൽ പങ്കുവെക്കുന്നത്, സംഭാഷണങ്ങളിൽ പങ്കുവെക്കുന്നത് ഇതേ കാഴ്ചപ്പാടാണ്. അവർ യുദ്ധത്തിൽ അഭിരമിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാല അനുഭവം ഓർത്തെടുത്തുകൊണ്ട് ഈ അന്വേഷണങ്ങളുടെ അൽഗോരിതമെന്ന ഈ പ്രാവശ്യത്തെ ആലോചനക്ക് അവസാനം കുറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കുട്ടിക്കാലത്തെ LP UP അനുഭവവും ഹൈസ്കൂൾ അനുഭവവുമാണ്. UP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 65 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത്. അന്ന് യുദ്ധം എന്താണ് എന്നറിയാത്ത ഒരു പ്രായമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുത്തൂർമട UP സ്കൂളിൽ നിന്ന് കുട്ടികളെ മുഴുവൻ പുറത്തേക്ക് വരി നിർത്തി അധ്യാപകർ ഉച്ചത്തിൽ മുദ്രാവാക്യം. അന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അധ്യാപകർക്ക് ഇത്രമാത്രം ഒച്ചയുണ്ടായോ? എവിടുന്ന് വന്നു ഈ ശബ്ദം? പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അന്നവർ വിളിച്ചു തന്ന ഒരു മുദ്രാവാക്യം മറ്റെന്ത് മറന്നാലും മറക്കാനാവില്ല. ആ മുദ്രാവാക്യം ഇതായിരുന്നു: പാകിസ്ഥാൻ്റെ വെടിയുണ്ട, ഭാരതമക്കൾക്ക് എള്ളുണ്ട. അക്കാലത്ത് ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുഞ്ഞൻ നായരുടെ പളുങ്ക് ഭരണിയിലെ കറുത്ത എള്ളുണ്ടകളായിരുന്നു. ഉരുണ്ട് മനോഹരമായ എള്ളുണ്ടകൾ. അങ്ങനെ യുദ്ധമെന്നാൽ എള്ളുണ്ടയുടെ മധുരമാണ് എന്ന UP ക്ലാസ്സിലെ ബോധവുമായി ഹൈസ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ സാമൂഹ്യ പാഠം പുസ്തകങ്ങളിൽ ഹിരോഷിമയെക്കുറിച്ചും നാഗസാക്കിയെക്കുറിച്ചും ഒക്കെ മനസ്സിലായപ്പോൾ ആ മധുരം അപ്രത്യക്ഷമാവുകയുണ്ടായി. അപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ തലക്കുമുകളിൽ ആകാശത്തിൽ പിക്കാസോവിൻ്റെ സമാധാനത്തിൻ്റെ പ്രാക്കൾ പറക്കാൻ തുടങ്ങിയത്. പിക്കാസോവിനെക്കുറിച്ച് പറയുമ്പോൾ മുമ്പൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു എന്നാണ് ഓർമ്മ. യുദ്ധഭീകരതയെക്കുറിച്ച് അദ്ദേഹം വരച്ച ഗോർണിക്ക നമ്മുടെ സ്മരണകളിലുണ്ട്. അതേ കൈകൾ കൊണ്ട് തന്നെയാണ് പിക്കാസോ ആ ഭീകരതയെ അതിജീവിക്കുന്ന സമാധാനത്തിൻ്റെ പ്രാവിനും പിറവി കൊടുത്തത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇന്നും യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലരും LP സ്കൂൾ വിട്ടിട്ടില്ല. അവർ ആ പഴയ എള്ളുണ്ടയുടെ മധുരത്തിൽ അവസാനിച്ചു പോവുകയാണ്. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പറയുമ്പോഴും കേരളത്തിൽ ചിലർ, അവരിൽ പ്രബുദ്ധരായ പലരും പെടും എന്നുള്ളത് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കാലത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം വേണ്ട, വേണ്ടേ വേണ്ട. അനിവാര്യമാവുകയാണെങ്കിൽ
അത് വേഗം അവസാനിപ്പിക്കണം. സമാധാനമാണ് ഏറ്റവും പ്രധാനമാകേണ്ടത് എന്ന തത്വം ആ സമാധാനത്തിന് വേണ്ടിയാണ്. മനുഷ്യാസ്തിത്വത്തെ സംഘർഷങ്ങളെ സാന്ത്വനിപ്പിക്കുന്ന ആഴത്തിലുള്ള സമാധാനത്തിൻ്റെ മഹാസന്ദേശമാണ് സൂഫി വര്യനായ വാലി ഗുജറാത്തി മുന്നോട്ട് വച്ചത്. ആ വാലി ഗുജറാത്തിയുടെ സ്നേഹാർദ്രമായ സ്മരണകളും സമകാലീന യുദ്ധപശ്ചാത്തലം കൊടുമ്പിരിക്കൊള്ളണമെന്ന് മോഹിച്ചവരുടെ ഫാസിസ്റ്റ് സങ്കുചിതത്വവും ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്ന ഒരു കാഴ്ചപ്പാടിൽ അന്വേഷണങ്ങളുടെ അൽഗോരിതം ഇവിടെ അവസാനിപ്പിക്കുന്നു.